ഉണർവേകുമോ പുതിയ നേതൃത്വം എന്നാണ് ചോദ്യം. സുജയ പാർവതി, ഇനി ഉണർന്നില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ ഒരു അവസാന ഊഴമായിരിക്കും ഇത് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഒരു ആന്റി ഗവൺമെന്റ് സെന്റിമെന്റ്സ് ഉണർത്താൻ സണ്ണി ജോസഫിന്റെയും അടൂർ പ്രകാശിന്റെയും അതുപോലെ പുതിയ ടീമിന്റെയും നേതൃത്വത്തിൽ സാധിക്കുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ജനങ്ങളും ഉറ്റുനോക്കുന്നത് അതുതന്നെയാണ്. ഇവിടെ ഒരു ആന്റി കമ്മ്യൂണിസ്റ്റ് ഒരു സെന്റിമെന്റ് വന്നാൽ മാത്രമാണ് കോൺഗ്രസിന് ഏതെങ്കിലും രീതിയിൽ ഒരു മുന്നോട്ട് പോക്ക് സാധ്യമാവുക എന്നതാണ്. ഇവിടെ കെ സുധാകരനെ കുറിച്ചുകൂടി നമ്മൾ പറഞ്ഞു പോകണം. നിങ്ങൾ പറഞ്ഞു വന്നതിൻ്റെ ഒരു തുടർച്ചയായിട്ട് സംസാരിക്കുകയാണെങ്കിൽ കെ സുധാകരൻ വരുന്നത് എങ്ങനെയാണ്? കെ കരുണാകരൻ പക്ഷത്തെ എൻ രാമകൃഷ്ണനെ മറികടന്നാണ് കണ്ണൂരിൽ കെ സുധാകരൻ കരുത്ത് കാട്ടുന്നത്. ഉണ്ണി സാറിന് ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പോൾ ആ എൻ രാമകൃഷ്ണനെ മറികടന്നുകൊണ്ടുള്ള കെ സുധാകരന്റെ വരവ് കണ്ണൂരിൽ ആദ്യം കരുത്തനായി അവിടുത്തെ ഒരു ക്രൗഡ് പുള്ളറായി ഒരു മാസ് ലീഡറായി മാറാനായിട്ടുള്ള ഒരു ശ്രമം കെ സുധാകരൻ അവിടെ നിന്നാണ് നടത്തുന്നത്. അതിനുശേഷം ആര്യാടന്റെ ഒരു പ്രഭാവം അപ്പോൾ മലബാറിൽ കിടക്കുന്നുണ്ട്. ആര്യാടന്റെ ഒരു പ്രഭാവം പതുക്കെ പതുക്കെ മങ്ങി തുടങ്ങുമ്പോഴേക്കും കെ സുധാകരൻ മലബാറിൽ മുഴുവൻ ഒരു കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു കെ എസ് ബ്രിഗേഡ് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു ഗ്യാങ് ഫോം ചെയ്തു തുടങ്ങുന്നത് അപ്പോഴാണ്. അപ്പോൾ മുതൽ ഇപ്പോൾ വരെ കെ സുധാകരന് പിന്നിൽ ഒരു അണികളുടെ നിരയുണ്ട് എന്നത് നമ്മൾ മറക്കാൻ പാടില്ല. അപ്പോൾ മലബാറിലെ ഒരു കരുത്തൻ എന്നതിനപ്പുറം കേരളത്തിൽ തന്നെ എവിടെ ചെന്ന് കഴിഞ്ഞാലും ആൾക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു ഗർജിക്കുന്ന സിംഹം എന്നൊക്കെയുള്ള ഈ വാഴ്ത്തുപാട്ടുകളൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. ആ രീതിയിൽ കെ സുധാകരൻ അവസാന ലാപ്പിലും പിടിച്ചു നോക്കിയത് അതുകൊണ്ടാണ്. ഒരംഗത്തിന് കൂടി ബാല്യമുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ ഉറപ്പായും അദ്ദേഹം ഉണ്ടാകുമല്ലോ. അപ്പോൾ അങ്ങനെ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിനൊരു വിരാമം അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ ജീവിതം ഏറ്റവും പകിട്ടോടുകൂടി അവസാനിക്കുക എന്ന ഒരു ഡീസന്റ് എക്സിറ്റാണ് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഒരു പുതിയ ടീം വരട്ടെ എന്നുള്ള തീരുമാനം AICC എടുക്കുകയും അത് നടപ്പാവുകയുമാണ്. കെ സുധാകരൻ സൈലന്റായി തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിനൊപ്പമുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ബ്രിഗേഡ് എത്രത്തോളം സൈലന്റ് ആണ് എന്നതാണ് ഇനി അങ്ങോട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും സണ്ണി ജോസഫിൻ്റെ ഇനിയുള്ള ആക്ടിവിറ്റീസിലെ പാർട്ടിസിപ്പേഷനിലായാലും നമ്മൾ കാണാൻ പോകുന്ന കാര്യം. കെ സുധാകരൻ പലപ്പോഴും വാർത്തകളിൽ നിറയുന്നത് ഒരു റിബൽ സ്വഭാവം കാണിക്കുമ്പോഴാണ്. VD സതീശനുമായി കോർക്കുമ്പോൾ അങ്ങനെ എപ്പോഴും ഒരു റെബലിയസായ ലീഡറാണ് കെ സുധാകരൻ. അങ്ങനെ റെബലിയസായ ലീഡറിൽ നിന്നും പീസ് ലവിംഗ് ആയിട്ടുള്ള ഒരു ലീഡറിലേക്കുള്ള ഒരു ഷിഫ്റ്റാണ് സണ്ണി ജോസഫിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്. സമാധാനപ്രിയനാണ് സണ്ണി ജോസഫ്. ആരുമായും ഒരു വാഗ്വാദത്തിനൊന്നും പോകാൻ താല്പര്യമില്ല. എന്ന കാര്യങ്ങളെല്ലാം നന്നായി നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. സംഘടനയ്ക്ക് വിധേയനായി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് അദ്ദേഹം ആദ്യം മുതൽ തന്നെ കാട്ടുന്നത്. 1970കളിലാണ് KSUവിലൂടെ സണ്ണി ജോസഫ് വരുന്നത്. കോഴിക്കോട്, കണ്ണൂർ യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥി പ്രതിനിധിയായിട്ടുള്ള സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു സണ്ണി ജോസഫ്. മാത്രമല്ല യൂത്ത് കോൺഗ്രസിന്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ്, പിന്നെ സഹകരണ ബാങ്ക് പ്രസിഡന്റ്, അങ്ങനെ പല പദവികളിൽ ഇരുന്നിട്ടുണ്ട്. ഒരിടത്തും അങ്ങനെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയതായി സണ്ണി ജോസഫിനെ നമ്മൾ വായിച്ചറിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ടെലിവിഷൻ സ്ക്രീനുകളിലെ സൗണ്ട് ബൈറ്റുകളിലായാലും വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ടെലിഫോണിക് ഇൻ്റർവ്യൂസിന് വിളിച്ചാൽ പോലും പെട്ടെന്ന് അവൈലബിൾ ആണ്. ഒരിക്കലും ഒരു നോ പറയുന്ന ഒരു നേതാവല്ല. അങ്ങനെ വളരെ സൗമ്യമായ ഒരു നേതൃത്വത്തിലേക്ക് KPCC മാറുന്നു എന്നതാണ് ഞാൻ ഇതിൽ കാണുന്ന ഒന്നാമത്തെ കാര്യം. ഇവിടെ ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ ഡിസിഷൻ മേക്കറായിട്ട് ഒരു വ്യക്തിയെ നമ്മൾ പറയുകയാണെങ്കിൽ അത് KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ കോൺഗ്രസിലെ, പ്രത്യേകിച്ചും കേരളത്തിലെ അടക്കം ദേശീയതലത്തിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. കേരളത്തിലെ KPCCയുടെ കാര്യത്തിലെ ഒരു ഡിസിഷൻ മേക്കറായി, ഒരു ഫൈനൽ വേർഡായി KC മാറുകയാണ്. ആ ഒരു കൃത്യമായ നടപ്പാകലാണ് നമ്മൾ ഈ ഒരു മാറ്റത്തിലൂടെ കാണുന്നത്. കെ സുധാകരൻ ഈ മാറ്റമില്ല എന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ നമ്മളിവിടെ കാണുകയും ചെയ്യുമ്പോൾ നേരത്തെ എടുത്ത തീരുമാനം അത് മല്ലികാർജ്ജുൻ ഖാർഗെയിലൂടെ 40 മിനിറ്റ് ആ കൂടിക്കാഴ്ചയിലൂടെ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ആ കാര്യം തന്നെ നടപ്പാവുകയാണ്. സണ്ണി ജോസഫ്, ആന്റോ ആന്റണി, ഈ പേരുകളിൽ മാത്രമാണ്. ആന്റോ ആന്റണിയുടെ പേരും അവസാനം വരെ ഉണ്ടായിരുന്നതാണ്. അതിൽ നിന്ന് സണ്ണി ജോസഫിലേക്ക് എത്തുന്ന ഒരു കോംപ്രമൈസിനപ്പുറം ബാക്കിയെല്ലാം KC തീരുമാനിച്ചതിനപ്പുറത്തേക്ക് പോയിട്ടില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. KC എന്നാൽ ഹൈക്കമാൻഡ് ആണ്, അല്ലെങ്കിൽ ഹൈക്കമാൻഡ് എന്നാൽ KC ആണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അത് ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം കോൺഗ്രസിന് എപ്പോഴും ഒരു ഒറ്റ തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള അഭിപ്രായ ഭിന്നതകൾ വരികയും ആ അഭിപ്രായ ഭിന്നതകൾ മറുപക്ഷത്ത് നിൽക്കുന്ന ഇടതുപക്ഷവും BJPയും മുതലെടുക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ രണ്ടാം ഊഴത്തിലേക്ക് പിണറായി വിജയൻ സർക്കാർ പോയത് തന്നെ കോൺഗ്രസിന്റെ പിടിപ്പുകേട് കൊണ്ടാണ്. ഇനി അങ്ങനെ ഒരു പിടിപ്പുകേട് അനുവദിക്കാൻ കഴിയില്ല കോൺഗ്രസിന്. ഇനി ഒരു പിടിപ്പുകേട് കൂടി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാം ഊഴത്തിലേക്ക് LDF സർക്കാർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എന്തിനാണ് ഇനിയും ആ ഒരു പാർട്ടിയായി തുടരുന്നത് എന്ന് ജനങ്ങൾ ചോദിച്ചു പോകും. UDF തന്നെ എങ്ങനെയാണ് ഈ ലീഗ് അടക്കമുള്ള മറ്റു കക്ഷികൾ കോൺഗ്രസിനൊപ്പം എന്ത് വിശ്വസിച്ചാണ് നിൽക്കുന്നത്? ഭരണത്തിലേക്ക് എത്താൻ കഴിയാത്ത പാർലമെന്ററി രംഗത്തുള്ള ഒരു പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിലയാണുള്ളത്? ഒരു വിലയും ഉണ്ടാകില്ല എന്നത് ഹൈക്കമാൻഡ് കൃത്യമായി തിരിച്ചറിയുകയും അത് KCയിലൂടെ
നടപ്പാക്കുകയും ചെയ്യുകയാണ്. ഇവിടെ രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ ഇവരൊക്കെ എടുക്കുന്ന ഒരു പ്രോ സുധാകരൻ സ്റ്റാൻഡാണ് എന്ന് തോന്നുന്ന കുറേ പരാമർശങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ ആത്യന്തികമായി അങ്ങനെ അവരൊരു പിന്തുണ കൊടുത്തു കഴിഞ്ഞാലും അത് വലിയ രീതിയിൽ അവർക്ക് കുറേ കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. കാരണം സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരാളെ, ഇപ്പോൾ ബാക്കിയുള്ള ആളുകളിലേക്ക് ഞാൻ വരാം. സണ്ണി ജോസഫ് കെ സുധാകരൻ്റെ കൂടി ഒരു ഇഷ്ടമുള്ള ആളാണ്. കാരണം സണ്ണി ജോസഫ് കണ്ണൂർ DCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അവിടെ കെ സുധാകരനോട് കൂടി ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമേ KPCC പ്രസിഡന്റായി സുധാകരൻ വരുന്നതിന് മുമ്പ് തന്നെ സണ്ണി ജോസഫ് തീരുമാനങ്ങൾ എടുക്കുന്നതിന് കെ സുധാകരനെ കൂടി ഇൻ കൺസൾട്ടേഷൻ വിത്ത് കെ സുധാകരനാണ് സണ്ണി ജോസഫ് നീങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഈ തന്റെ പേര് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നു എന്ന ഈ ഘട്ടം വന്നപ്പോൾ മാത്രമാണ് കെ സുധാകരനുമായി അത് ഡിസ്കസ് ചെയ്യാത്തതെന്നാണ് ഞാൻ കരുതുന്നത്. അതിനു മുൻപ് വളരെ ലോയലാണ് സണ്ണി ജോസഫ്. ആ ലോയൽറ്റി ഒന്നും കെ സുധാകരന് മറക്കാൻ കഴിയുന്ന ആളല്ല. കെ സുധാകരൻ പെട്ടെന്ന് പിണങ്ങുന്ന നേതാവാണെന്നൊക്കെ എല്ലാവരും പറയും. എന്നാൽ കെ സുധാകരന്റെ ഒരു പ്ലസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സൈഡായി ഞാൻ കാണുന്നത് ഇഷ്ടപ്പെടുന്നവരെ സ്നേഹിക്കുകയും കൂടെ നിർത്തുകയും ചെയ്യുന്ന ഒരു കെ സുധാകരനുണ്ട്. ആ കെ സുധാകരന് സണ്ണി ജോസഫിനെ ഇഷ്ടമാണ്. അല്ലാത്ത പക്ഷം വലിയ പൊട്ടിത്തെറി ഇതിനകം ഈ ദിവസങ്ങളിൽ കെ സുധാകരൻ തന്നെ ഉണ്ടാക്കിയേനെ. അപ്പോൾ സണ്ണി ജോസഫ് മറുഭാഗത്ത് നിൽക്കുന്നത് കൊണ്ടാണ് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകാതിരുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. മറിച്ച് ആന്റണി ആയിരുന്നെങ്കിൽ ഇതാകുമായിരുന്നോ സമീപനം എന്നും ഞാൻ സംശയിക്കുന്നു. സുധാകരന്റെ ഒരു സേ അതിനകത്തുണ്ട്. സണ്ണി ജോസഫ് ആകുന്നതിനകത്ത് ഉറപ്പായിട്ടുണ്ട്. ആന്റണി മാറുന്നതിനകത്തും സണ്ണി ജോസഫ് ആകുന്നതിനകത്തും സുധാകരന്റെ ഒരു ചോയ്സ് അതാണ്. അതായത് നമ്മൾ പറയുമല്ലോ, ഒരു ട്രൂസിലേക്ക്, ഒരു സമാധാന ഉടമ്പടിയിലേക്ക് ഇവിടെയും എത്തിയിട്ടുണ്ട് AICC. അത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് KC വേണുഗോപാൽ കൃത്യമായി അക്കാര്യത്തിൽ ഇടപെടുകയും അതിലൊരു പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഒറ്റ പിടിവാശിക്ക് അല്ലെങ്കിൽ ഒറ്റ ബുദ്ധിക്ക് കാര്യം നടത്താൻ നോക്കിയിരുന്നെങ്കിൽ ഇത് വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുമായിരുന്നു. മാത്രമല്ല സണ്ണി ജോസഫിന് കെ സുധാകരനെ അറിയാമെന്ന് ഞാൻ പറയാൻ കാരണം കെ സുധാകരനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കെ സുധാകരൻ മൂഡ് സ്വിങ്സ് ഉള്ള ഒരു നേതാവാണ്. ചിലപ്പോൾ വലിയ സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയും എന്നാൽ തൊട്ടടുത്ത നിമിഷം പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്യുന്ന, അങ്ങനെ വികാര വിക്ഷോഭങ്ങൾക്ക് വിധേയനാകുന്ന ഒരു നേതാവാണ്. അത് അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ വളരെ സ്റ്റേണായി പിണറായി വിജയനെയൊക്കെ നേർക്കുനേർന്ന് വെല്ലുവിളിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ മറ്റൊരു നേതാവ് കോൺഗ്രസിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുധാകരനെ പോലെ ഒരാൾ ഇല്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഈ ഹൈക്കമാൻഡ് ഡൽഹിയിൽ വിളിച്ച യോഗത്തിൽ, AICCയുടെ യോഗത്തിൽ നിന്ന് കെ സുധാകരൻ അടക്കം 4 KPCC പ്രസിഡന്റുമാർ, മുൻ പ്രസിഡന്റുമാർ പങ്കെടുത്തിട്ടില്ല. മുരളീധരൻ, സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഒപ്പം കെ സുധാകരൻ. ആ 4 പേരുടെയും അസാന്നിധ്യം എന്ന് പറയുന്നത് ചർച്ചയായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി ആ കാര്യത്തിൽ ഇവരുടെ വിട്ടുനിൽക്കൽ അതെന്തെങ്കിലും സൂചനയാണോ എന്നറിയണമെന്നുണ്ടെങ്കിൽ ഇനി KPCCയുടെ സഹഭാരവാഹികളെ നിശ്ചയിക്കൽ, DCC പുനഃസംഘടന തുടങ്ങിയ കാര്യങ്ങളിലായിരിക്കാം നമുക്കിതൊരു പക്ഷേ പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുക. അതോടൊപ്പം ഉയരുന്ന മറ്റൊരു ന്യായമെന്ന് പറയുന്നത് ജനപ്രതിനിധികളെ ഭാരവാഹികളാക്കി എന്നുള്ള ഒരു കമന്റ് ഇതിനിടയിൽ വന്നിരുന്നു. പക്ഷേ നേരത്തെയും അങ്ങനെ തന്നെയല്ലേ? MP ആയിരുന്നല്ലോ കെ സുധാകരൻ. കണ്ണൂർ MP ആയിരിക്കുന്ന കെ സുധാകരൻ കണ്ണൂർ MP ആയിരിക്കുമ്പോഴാണ് KPCC പ്രസിഡന്റ് ആകുന്നത്. ഇത് MLA ആയാലും MP ആയാലും ജനപ്രതിനിധിയാണല്ലോ. ഇപ്പോൾ അടൂർ പ്രകാശ് MP ആണ്, UDF കൺവീനറായി വരുന്നു. ഷാഫി പറമ്പിൽ MP ആണ്, വരുന്നു. PC വിശ്വനാഥ് MLA ആണ്. അപ്പോൾ ജനപ്രതിനിധി ആയിരുന്നുകൊണ്ട് ഈ രീതിയിൽ പദവികളിലേക്ക് എത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളെ മാറ്റി നിർത്തേണ്ടി വരും. കാരണം തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന നേതാക്കൾ അത്രയേറെ ജനമനസ്സിൽ സ്വാധീനമുള്ളവരാണ്. ഷാഫി പറമ്പിൽ കെ സുധാകരനെ പോലെ തന്നെ ഒരു ക്രൗഡ് പുള്ളറായി കോൺഗ്രസിൽ മാറാൻ കഴിയുന്ന നേതാവാണ്. വടകരയിൽ ഷാഫി അത് പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ ഷാഫിക്ക് പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ ജയിപ്പിക്കാനും സാധിക്കുന്നുണ്ട്, വടകരയിൽ പോയി ഷാഫിക്ക് വിജയിക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് അതൊരു ജനറേഷൻ ചേഞ്ച് ആയിട്ട് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം PC വിശ്വനാഥ് ആയാലും ഷാഫി പറമ്പിലായാലും K കരുണാകരനും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയും AK ആന്റണിയും ഒക്കെ ഇരുന്നത് പോലെ അതുപോലെയുള്ള ഒരു അടുത്ത തലമുറയിലേക്ക് കോൺഗ്രസ് മാറുകയാണ്. ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നതിനെ ഒരു പോസിറ്റീവ് ചേഞ്ച് ആയിട്ട് കാണണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതിനിടയിൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ പരിഭവം വരുന്നുണ്ട്. ആ പരിഭവമൊക്കെ പരിഗണിക്കപ്പെടുമായിരിക്കാം. കാരണം കൊടിക്കുന്നിൽ സുരേഷ് കുറെ കാലമായി വർക്കിംഗ് പ്രസിഡന്റായൊക്കെ ഇരിക്കുമ്പോൾ അദ്ദേഹം അധ്യക്ഷ പദവിയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകും. അതിന് അദ്ദേഹത്തെ തെറ്റു പറയാനും കഴിയില്ല. ഇനിയിപ്പോൾ AICCയുടെ നിരീക്ഷകർ ഈ 14 ജില്ലകളിലും പ്രാദേശിക നേതാക്കളുടെ അഭിപ്രായം തേടുമെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ DCC അഴിച്ചുപണിയിലും ഗുണപരമായ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. റിസൾട്ട് ഉണ്ടാകുന്ന തരത്തിലേക്ക് ആ കാര്യങ്ങൾ മാറാൻ സാധിക്കും. കാരണം DCCകൾ ശക്തിപ്പെടുത്തുക, DCCകൾ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നതാണ് അഹമ്മദാബാദ് സമ്മേളനത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം. അതോടൊപ്പം തന്നെ മധ്യകേരളത്തിൽ കൂടുതൽ ശ്രദ്ധിച്ചാൽ മാത്രമേ, ഉണ്ട് സാർ സൂചിപ്പിച്ചതുപോലെ, മധ്യകേരളത്തിൽ കിട്ടിയാൽ മാത്രമേ ഭരണം പിടിക്കാൻ സാധിക്കൂ. അല്ലാതെ തെക്കും വടക്കും കൊണ്ടൊന്നും ഒരിക്കലും ഭരണം പിടിക്കാൻ UDFന് സാധിക്കില്ല. ഭരണവിരുദ്ധ വികാരമുണ്ട്. അതാണ് ഇനി സ്ഥാപിക്കേണ്ടത്. നിലവിൽ പിണറായി വിജയന് ഒരു എഡ്ജുണ്ട്, അല്ലെങ്കിൽ LDF സർക്കാരിന് ഒരു എഡ്ജുണ്ട് തുടർ ഭരണത്തിലേക്ക് പോകാൻ. അതേസമയം ഇപ്പുറത്ത് ചെയ്യേണ്ടത് എന്താണ്? സണ്ണി ജോസഫിനും ടീമിനും മുന്നിലുള്ളത് 10 മാസക്കാലമാണ്. ആ 10 മാസക്കാലത്തിനുള്ളിൽ അവർ നടത്തേണ്ടത് നല്ല ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. അങ്ങനെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പ്രൂവ് ചെയ്യിക്കാൻ അവർക്ക് സാധിക്കണം. നിങ്ങൾ ഒരുമിച്ച് നിൽക്കൂ എന്ന് ജനങ്ങൾ പറയുന്നത് കേട്ട് ഇവർ ഒരുമിച്ച് നിൽക്കണം.
അസംതൃപ്തരെ ഉണ്ടാക്കുന്ന രീതിയിൽ പുനഃസംഘടനയിലേക്ക് DCCകളുടെ കാര്യത്തിൽ പോകരുത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 38ാമത്തെ പ്രസിഡന്റായിട്ടാണ് സണ്ണി ജോസഫ് വരുന്നത്. ഇതിനു മുൻപ് എൻ്റെ മനസ്സിലാക്കൽ കൃത്യമാണ് എന്നുണ്ടെങ്കിൽ 31ാമത്തെ പ്രസിഡന്റായിട്ടാണ് 2004 PP തങ്കച്ചൻ വരുന്നത്. PP തങ്കച്ചന് ശേഷം സണ്ണി ജോസഫിലേക്ക് എത്തുമ്പോൾ അതിനിടയിൽ കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. അത് രാഷ്ട്രീയ കാലാവസ്ഥയിലും മാറ്റം വന്നിട്ടുണ്ട്. നിലവിൽ BJP 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 2024 കണക്കനുസരിച്ച് 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. 8 ഇടങ്ങളിൽ 2ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ആ ഒരു വെല്ലുവിളിയും മറികടക്കാനുണ്ട്. ക്രൈസ്തവ വോട്ടുകൾ തൃശ്ശൂരിൽ പോയതുപോലെ സംസ്ഥാനത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ പോകാനുള്ള ഒരു സാധ്യത വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിനെയും കോൺഗ്രസിന് മറികടക്കേണ്ടതുണ്ട്. അവിടെ കത്തോലിക്ക സഭയുടെ അകൽച്ച പൂർണ്ണമായും മാറ്റി വോട്ടുകൾ പൂർണ്ണമായും കോൺഗ്രസ് പക്ഷത്തേക്ക് കൊണ്ടുവരാൻ സണ്ണി ജോസഫിലൂടെ കഴിയണം കോൺഗ്രസിന്. എന്നാൽ മാത്രമേ ഈ മാറ്റം കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. AK ആന്റണി, ഉമ്മൻചാണ്ടി ആ ഒരു പ്രതാപകാലം കോൺഗ്രസിന് തിരിച്ചു വരട്ടെ എന്നതാണ് ഞാനും ആത്മാർത്ഥമായി ആശംസിക്കുന്നത്. ഓക്കെ. Meet the editors.